യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ദമാമിലേക്കുള്ള വിമാനം റദ്ദാക്കിയതിനെതിരെയാണ് എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 10:10 ദമാമിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സലീം, ഇന്നലെ രാത്രി മുതൽ ഇന്ന് പകലുമൊക്കെ ഒരുപാട് വിമാനങ്ങൾ റദ്ദാക്കിയത് വഴി എയർ ഇന്ത്യയിലെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത്. എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം? ഗോകുൽ, രാത്രി 10 മണിയോടുകൂടി ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആരംഭിച്ച ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും അവസാന നിമിഷം വരെയും ഈ ഫ്ലൈറ്റ് ഇവിടെ ഉണ്ടാകും, ഈ എയർ ഇന്ത്യയുടെ വിമാനം പുറപ്പെടുമെന്നൊരു അറിയിപ്പായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിലും പകലുമായി നടന്ന സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ യാത്രക്കാരിൽ പലരും ഇവിടുത്തെ മാനേജ്മെന്റ് അധികൃതരോട് ചോദിച്ചിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഒരു ക്യാൻസലേഷനുമില്ല. കൃത്യസമയത്ത് തന്നെ വിമാനം ഉണ്ടാകുമെന്നൊരു അറിയിപ്പായിരുന്നു അവർക്ക് ലഭിച്ചത് എന്നാണ് മറുപടി പറയുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഏറ്റവും അവസാന നിമിഷം 10:15 ആണ് വിമാനം ഇല്ല എന്നൊരു അറിയിപ്പ് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ വലിയ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ യാത്രക്കാരെല്ലാവരും എയർ ഇന്ത്യ ജീവനക്കാരുമായി വലിയ തരത്തിലുള്ള വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വൈകുന്നേരം മുതൽ തന്നെ ഈ തരത്തിലുള്ള ആശയവിനിമയങ്ങൾ അവർ നടത്തിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആകുമോ എന്നതുൾപ്പെടെ ഉള്ള ആശയവിനിമയം നടത്തിയിരുന്നു. അതൊന്നും കൃത്യമായി ഉണ്ടാവാത്തതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ യാത്രക്കാരുടെ പ്രതിഷേധം. ചേട്ടാ എവിടെന്നാ വരുന്നത്? ഞങ്ങള് പുനലൂര്. അപ്പൊ ഈ വിളിച്ച് ചോദിച്ചിരുന്നോ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആകുമോ എന്തോന്ന് മറ്റു വാർത്തയൊക്കെ കണ്ടിട്ട്? ഇല്ല, ചോദിച്ചില്ല. ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണ് ഫ്ലൈറ്റ് പോകുന്നുള്ള രീതിയിൽ അവർ ആദ്യം അറിയിച്ചത്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ക്യാൻസലോ ഇത് പറ്റി പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അപ്പൊ നമ്മളിങ്ങനെ നേരെ പോന്നു. ഈ സമയത്ത് 4 മണിക്കൂർ മുമ്പൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗൈഡ് ലൈൻസ് കൊടുത്തേക്കുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇതാ പ്രശ്നം. നമുക്ക് ഇവിടെ സമയത്തോടെ എത്തിയില്ലെങ്കിൽ വേറെ പ്രശ്നമാണ്. എത്ര മണിക്ക്? ഇവിടെ എത്തിയിട്ട് അതിനു മുമ്പ് ചെന്നില്ലെങ്കിൽ ഇനിയിപ്പോ അവിടെ സമയത്ത് ചെന്നില്ലെങ്കിൽ അത് വേറെ പ്രശ്നമാണ്. ചേട്ടാ എത്ര മണിക്കാ ഇവിടെ? നമ്മൾ ഇപ്പൊ എത്തിയുള്ളൂ. കാസർഗോഡ് രാവിലെ 8 മണിക്ക് എത്തിക്കണം അളിങ്ങോട്ടേക്ക്. ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടില്ല. ചോദിച്ചു രാവിലെ ന്യൂസിൽ പറഞ്ഞു ക്യാൻസൽ ചെയ്യുന്നില്ല. അപ്പോഴേക്ക് നോക്കുമ്പോൾ ട്രാവൽ ചാനൽ ക്യാൻസൽ ആയിട്ടില്ല. കാസർഗോഡ് ഇവിടെ വരെ വരികയാണ്. രാവിലെ 8 മണിക്ക് ഇറങ്ങി സംഭവം. ഗൂഗിൾ രാവിലെ 8 മണിക്ക് ഈ ഫ്ലൈറ്റിൽ പോകാനായി അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് പുറപ്പെട്ടതാണ്. അതായത് അങ്ങേ അറ്റത്തു നിന്ന്, സംസ്ഥാനത്തിന് അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റത്തേക്ക് എത്തിയതാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്രയധികം യാത്ര ചെയ്ത് വന്ന ആളുകളൊക്കെയാണ് ഈ വലിയ പ്രതിഷേധത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇതോടുകൂടി വലിയ പ്രതിസന്ധിയിലായില്ലേ? വലിയ പ്രതിസന്ധി. പിന്നെ കാസർഗോഡ് ലോങ്ങില്ല, എത്ര ലോങ്ങില്ല. ഫുള്ള് ചിലവെല്ലാം നമുക്ക് പോയില്ല. ഫുള്ള് എന്തെങ്കിലും മുമ്പ് അത് പറഞ്ഞു മോശമില്ല. ക്യാൻസലേഷൻ ഇല്ല. ചോദിച്ചു ഇപ്പൊ 4 മണിക്ക് വരെ നമ്മൾ മെസ്സേജ് അയച്ചു ക്യാൻസൽ പ്രശ്നമില്ല പോയിക്കോന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ക്യാൻസലേഷൻ കാണിക്കുന്നത്. ആ നിലയിൽ ഇവിടെ തർക്കം, ഇവിടെ വലിയ തർക്കം നടക്കുകയും ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും. അതന്നെ അതിന് റീഫണ്ട് ഇപ്പം കൊടുങ്ക. ഇതിലുള്ള ചാർട്ടർ ഫ്ലൈറ്റ് അറേഞ്ച് பண்ணுங்க. വേറെ ഏതൊരു ഫ്ലൈറ്റ് അറേഞ്ച് பண்ணி அனுப்பலாம் ஆൾക്കാரா. പറ്റത്തില്ല. ഓക്കെ, അവർ പറ്റത്തില്ല. ഞാൻ പറ്റത്തില്ല. അവരൊരു പെരിയ മാനേജ്മെന്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു പെരിയ മാനേജ്മെന്റ്, അവർക്ക് ഈസി അറേഞ്ച് பண்ண പറ്റോ? ഇപ്പൊ അതേ വിടുங்க. ഫസ്റ്റ് പാർക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അറേഞ്ച് பண்ணி വിടുங்க. പാർക്കിങ് 4 മണിക്കൂർ കാവൽ നിൽക്ക്. ഇത് പോകുമ്പോ 1 hour 150 யாரு கொடுக்கும்? ஏதா ஒண்ணு பண்ண போறீங்க. அவர் எல்லாம் உள்ள நின்று தலையமண்ட ஆட்டி கொண்டிருக்கு. ഒരു സൊല്യൂഷൻ ഇല്ല. ഗോകുൽ, ആ നിലയിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഇവിടെ ഈ കൗണ്ടറിന് മുൻപിലും യാത്രക്കാരും ഒപ്പം തന്നെ മാനേജ്മെന്റ് ജീവനക്കാരും തമ്മിലുള്ള വാക്കേറ്റവും വാക്കുതർക്കവും വലിയ നിലയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കത് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുകയും ചെയ്യും. പലരും ഈ അടുത്ത ദിവസം തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ടവരാണ്, പുതിയ ജോലിയുമായി പോകുന്നവരാണ്. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട മനുഷ്യർ ഇവിടെയുണ്ട്. അവർക്കൊക്കെയും വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി എയർ ഇന്ത്യ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് സംസ്ഥാനത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ പോകുന്ന വിമാനങ്ങൾക്ക് ഈ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നുണ്ട്. ഗോകുൽ, ഇന്നലെ രാത്രി മുതലാണ് എയർ ഇന്ത്യ ജീവനക്കാരുടെ പണിമുടക്ക്, അല്ലെങ്കിൽ അവർ മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയെടുത്തതിനെ തുടർന്ന് വലിയ പ്രതിസന്ധി രൂപപ്പെട്ടത്. മാനേജ്മെന്റുമായുള്ള തർക്കമാണ്. ആ തർക്കം പരിഹരിക്കാനായിട്ടില്ല. അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് യാത്രക്കാരാണ്.